അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് റാൻഡം ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പറ്റാവുന്ന മാക്സിമം റിലേറ്റഡ് പോയിന്റ്സ് പറയാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇതൊക്കെ SCERT ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ഏത് സമരത്തിന് മുന്നോടിയായാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്തെഴുതിയത്? ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം ആണ്. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നിസ്സഹകരണ സമരമാണ്. കൂടാതെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാലും നിസ്സഹകരണ സമരമാണ്. എന്താണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം? സ്വരാജ് നേടുക എന്നതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇത് പിൻവലിച്ചല്ലോ. ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ്? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 1922 എപ്പോഴാണ്? ഫെബ്രുവരി 5 ഏത് സംഭവം? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഇത് പിൻവലിക്കുന്നത്. ഓക്കെ, അപ്പം നിസ്സഹകരണ സമരം ക്ലിയർ ആണല്ലോ. ഈ ഒരു കോട്ടിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഗാന്ധിജിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവിഷൻ ക്ലാസ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസഫ് അലിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസഫ് അലിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജിയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? അതെ, ജയപ്രകാശ് നാരായൺ ആണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ INA കേട്ടോ ചേരുകയും തൻ്റെ 26-ാം വയസ്സിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. എനിക്കും ഉണ്ടായിരുന്നു. വക്കം അബ്ദുൾ ഖാദർ ആണ് ശരിയായ ഉത്തരം. നമുക്ക് എപ്പോഴും നാവിൽ വരുന്ന ഒരു വാക്ക് വക്കം അബ്ദുൾ ഖാദർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മൗലവിയും കൂടി ഉണ്ട്. അത് വേറെ തന്നെയാണ്. അത് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്നതല്ലേ, വക്കം അബ്ദുൾ ഖാദർ മൗലവി. ഇതാരാണ്? വക്കം അബ്ദുൾ ഖാദർ വേറെ തന്നെ ഒരു വ്യക്തിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ INA കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. INA മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇവിടെ എഴുതാൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ലീഗാണ് ഇതിൻ്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ആരാണ് ഇത് രൂപീകരിച്ചത്? INA രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് മാത്രമല്ല ഉള്ളത്, ആരും ഉണ്ട്? ക്യാപ്റ്റൻ മോഹൻ സിംഗും ഉണ്ട് കേട്ടോ. ക്യാപ്റ്റൻ മോഹൻ സിംഗും പിന്നെ ആരുമാണ്? അതെ, റാഷ് ബിഹാരി ബോസുമാണ് രൂപീകരിച്ചത്. എന്ത്? INA. പിന്നെ എന്താണ് സുഭാഷ് ചന്ദ്രബോസിന് INAയുമായിട്ടുള്ള ബന്ധം? 1942 INA രൂപീകരിച്ചത് എങ്കിൽ 1943 സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നു? ഈ INAയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഓക്കെ ആണോ? അങ്ങനെയാണ് പഠിക്കേണ്ടത്. രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പഠിച്ചു വെച്ചാൽ തെറ്റിപ്പോ. 1943 അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, 1928 സ്ഥാപിതമായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്, ഭഗത് സിംഗ് ഉണ്ട്, സുഖ്ദേവ് ഉണ്ട്, രാജ്ഗുരു ഉണ്ട്. അതുകൊണ്ട് 4 ഓപ്ഷൻ ഡി ആണ് വരിക. 1, 2, 3, 4 കേട്ടോ. 1928 സ്ഥാപിതമായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം,
ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയിൽ നിന്നുള്ള വരികളാണ്? ഓപ്ഷൻ സി ദൈവദശകം ആണ്. ദൈവദശകം. ഓക്കെ, അടുത്ത ചോദ്യം. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. അതിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ ഏതെല്ലാം? കെ കേളപ്പനുണ്ട്, ഇ മൊയ്തു മൗലവി ഉണ്ട്, MP നാരായണ മേനോനുണ്ട്, AV കുട്ടിമാളു അമ്മയും ഉണ്ട്. അതുകൊണ്ട് ആറാമത്തത് ഓപ്ഷൻ ഡി ആണ് വരിക. 1, 2, 3, 4 കേട്ടോ. ഏഴാമത്തെ ചോദ്യം. കർമ്മവിഭാഗം എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കർമ്മവിഭാഗം എന്നാ പറയുന്നത്. നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ഏതായിരുന്നു? കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും. പിന്നെ ഏതുണ്ടെന്നറിയോ? ദക്ഷിണായനം കേട്ടിട്ടുണ്ടോ? ദക്ഷിണായനം, കർമ്മവിഭാഗം, കണ്ണീരും കിനാവും ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാഗ്ഭടാനന്ദന്റെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്രധാനപ്പെട്ട കൃതികളാണ് പ്രാർത്ഥനാഞ്ജലി കേട്ടിട്ടുണ്ടല്ലോ. പ്രാർത്ഥനാഞ്ജലി. പിന്നെ ഏതാണ്? ഈശ്വര വിചാരം. എല്ലാം ഒന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ചെണ്ണം പറയുവാണ്. ഈശ്വര വിചാരം. ഇതൊക്കെ ആരതാണ്? വാഗ്ഭടാനന്ദന്റെ ആണ്. ഓക്കെ, ഇനി സഹോദരൻ അയ്യപ്പന്റെ ആണെങ്കിൽ പ്രധാനപ്പെട്ട മാസികകളാണ് ഏതൊക്കെയാണ്? സഹോദരൻ, പിന്നെ യുക്തിവാദി, പിന്നെ വേലക്കാരൻ. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ മാസികകളാണ്. ഇനി പണ്ഡിറ്റ് കറുപ്പനെ പറ്റി എന്ത് പറയാം? അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്കാമർദ്ദനമാണ്. ലങ്കാമർദ്ദനം. ആദ്യത്തെ കവിത ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രമന്ദാരം ആദ്യത്തെ കവിതയാണ്. പിന്നെ സമാധി സപ്താഹം എന്താണ്? സമാധി സപ്താഹം എന്താ അതിന്റെ പ്രത്യേകത? സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് അല്ലെങ്കിൽ അതിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയതാണ് സമാധി സപ്താഹം. ആരെഴുതിയത്? പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസൊപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. അവ ഏതെല്ലാം? ഓപ്ഷൻ എ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നിങ്ങൾ ആദ്യം ഇതൊന്ന് നോക്കുക. ഏത്? 1, 2, 3, 4, 5 എണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ. അത് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ ഞാൻ കാണിക്കുന്നതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എന്തായാലും ഓപ്ഷൻ എയിൽ ആൻസർ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. BCDയിൽ ഏതാ ആൻസർ എന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 3, 4. അഞ്ചാമത്തത് വരില്ല. അഞ്ചാമത്തത് യൂഫ്രട്ടീസ് എന്നാ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം മെസൊപ്പൊട്ടേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അർത്ഥം വരുന്നത്. യൂഫ്രട്ടീസും ടൈഗ്രിസും ആണ് ആ 2 നദികൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസൊപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. അത് ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. യൂഫ്രട്ടീസ് ഇല്ല. സോ 1, 2, 3, 4 ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 9. ചൈനീസ് സംസ്കാരത്തിന്റെ ഭാഗമായി അവർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു? ഏതാണ്? ചൈനീസ് സംസ്കാരം കേട്ടോ. ഓപ്ഷൻ സി 365 പിന്നെ ഒരു അരയാണ് ഉള്ളത്. 365 അല്ല, 365 അരയും കൂടി ഉണ്ട്. അത്രയും ദിവസങ്ങളാണ് അവരുണ്ടാക്കിയിട്ടുള്ള കലണ്ടറിൽ ഉള്ളത് ചൈനീസ് സംസ്കാരത്തിൽ കേട്ടോ. അപ്പോൾ നമ്മൾ സംസ്കാരങ്ങളൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തതാണേ. 10. ലഗ്രാഞ്ച് പോയിന്റ് 1. ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആദിത്യ L1 ആണ് കേട്ടോ. ആദിത്യ L1. ഓക്കെ, അടുത്ത ചോദ്യം 11. 141ാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന് വേദിയായത് എവിടെയാണ്? ഓപ്ഷൻ ബി മുംബൈ ആണ്. മുംബൈ. ഓക്കെ, അടുത്ത ചോദ്യം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ
അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ പ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. ഓപ്പറേഷൻ അജയ് ആണ്. ഒന്ന് നോക്കി വെച്ചോ. എന്താണ്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ പ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. 13 ഹിമാലയൻ നദികളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതാണ് വേണ്ടത്. ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അതറിയാലോ. അതിൻ്റെ സവിശേഷതയാണ് എന്ത്? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. അപരദന തീവ്രത താരതമ്യേന കുറവാണോ? അല്ല, താരതമ്യേന കൂടുതലാണ് അപരദന തീവ്രത. അതുകൊണ്ട് രണ്ടാമത്തതാണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് തെറ്റാണ് വേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ബാക്കിയുള്ളത് കൂടി നോക്കാം. ഉയർന്ന ജലസേചന ശേഷി ശരിയാണ്. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഇതൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതലാണ്, ഉയർന്ന ജലസേചന ശേഷി, സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഇതൊക്കെ ഹിമാലയൻ നദികളുടെ പ്രത്യേകതകളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 14 ഉപദ്വീപീയ പ്രദേശങ്ങളിൽ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളത് ലാറ്ററൈറ്റ് മണ്ണാണ്. അത് തന്നെയാണ് എന്തും അറിയപ്പെടുന്നത്? ചെങ്കൽ മണ്ണ് എന്നും അറിയപ്പെടുന്നത്. ചെങ്കൽ മണ്ണാണ്, ചെമ്മണ്ണല്ല. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് ഏറ്റവും അനുയോജ്യം ഏത് കൃഷിക്കാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയാം നമുക്ക്? ഉൽപാദനക്ഷമത ഏറ്റവും കൂടുതലുള്ള മണ്ണ് ചോദിച്ചാലും എക്കൽ മണ്ണ് തന്നെയാണ്. ഓക്കെ, കറുത്ത മണ്ണാണെങ്കിലോ? കറുത്ത പരുത്തി മണ്ണ്, അതേപോലെ തന്നെ അതറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഇത് ചെർണോസം, പിന്നെയോ റിഗർ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നത് കറുത്ത പരുത്തി മണ്ണാണ്. ഇത് ഡെക്കാൻ പീഠഭൂമി ആ ഭാഗത്തായിട്ടാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അത് തന്നെയാണ് വന്നത്, റിപ്പീറ്റായി. 15ാമത്തെ ചോദ്യം. നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജാതകം. ഇത് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി KM മുൻഷിയാണ്. ഇനി ബാക്കിയുള്ളവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. എന്നെ പൽക്കിവാല എന്താ പറഞ്ഞത്? തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? എന്നെ പൽക്കിവാലയാണ്. ഏണസ്റ്റ് ബാർക്കർ എന്താ വിശേഷിപ്പിച്ചത്? കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. KM മുൻഷി നമ്മൾ പറഞ്ഞു എന്താണ് വിശേഷിപ്പിച്ചത്? രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ഇനി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഒരു വലിയ സെൻറ്റൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചതും സ്വപ്നം കണ്ടതും നമ്മുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, അത് ചിലർ കണ്ടിട്ടുണ്ടാവില്ല. ഒന്നും കൂടി പറയാം. നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചതും സ്വപ്നം കണ്ടതും നമ്മുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, 16 ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 17 ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക സാമൂഹ്യ സംഘത്തിന് ഉദാഹരണം. ഇപ്പോൾ സാമൂഹ്യ സംഘങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഓപ്ഷൻ ഏതാണ്? പ്രാഥമികം ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബമാണ്. കുടുംബം. അടുത്തത് VS അച്യുതാനന്ദൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്ത ഒരു സമര നൂറ്റാണ്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ഇവിടെ കൊടുത്തിട്ടില്ല. ഓപ്ഷൻ ഡി അല്ല എന്തായാലും ആൻസർ വരുന്നത്. ആരാണ് ഒരു സമര നൂറ്റാണ്ട് രചിച്ചത്? ഓപ്ഷൻ ബി KV സുധാകരനാണ്. KV സുധാകരൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 19ാം ഏഷ്യൻ ഗെയിംസ് പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ആര്? ഓപ്ഷൻ എ ഇന്ത്യയാണ്. ഇന്ത്യ. ഓക്കെ, ഇത് തൊഴിൽ വാർത്തയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറേയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു റിവിഷനും ആവുമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇന്ന് ഭയങ്കര മഴയായിരുന്നു. ചില സ്ഥലത്തൊന്നും കറണ്ടൊന്നും ഇല്ല. സാരമില്ല,
നമ്മൾ എല്ലാത്തിനെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കാലാവസ്ഥയും മറ്റും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായിരിക്കും. സാരമില്ല, നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുക, പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.